എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻസുകൾ, എക്സാം ടൈം ടേബിളുകൾ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഇഷ്ടം കണ്ട വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ ആദ്യം നമുക്ക് ടൈം ടേബിളിൻ്റെ കാര്യം നോക്കാം. അഫിലിയേറ്റഡ് കോളേജുകളുടെയും സെൻറ്ററുകളുടെയും ജൂൺ 18 ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദം റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് ഏപ്രിൽ 2025 പരീക്ഷകളുടെ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ പ്രൊജക്റ്റ് മൂല്യനിർണ്ണയം തളിപ്പറമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിലെ 4ാം സെമസ്റ്റർ MSc ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ്, പബ്ലിക് പോളിസി ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഇന്റേൺഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിഗ്രി ഏപ്രിൽ 2025 പ്രൊജക്റ്റ് മൂല്യനിർണ്ണയം വൈബ പരീക്ഷകൾ 2025 ജൂൺ 10-11 തീയതികളിൽ പുനഃക്രമീകരിച്ചിരിക്കുന്നു. 10-11 തീയതികളിലേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത നോക്കാം. അഫിലിയേറ്റഡ് കോളേജുകളെ 4ാം സെമസ്റ്റർ PG ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ഏപ്രിൽ 2025 വിവിധ വിഷയങ്ങളുടെ പ്രായോഗിക പരീക്ഷകൾ പ്രൊജക്റ്റ് മൂല്യനിർണ്ണയം വൈബ എന്നിവ താഴെ പറയുന്ന അതാത് കോളേജുകളിൽ വെച്ച് നടന്നു. വിശദമായ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെടുക. MSc ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടറൈസേഷൻ ആൻഡ് നാനോ സയൻസ് സ്പെഷ്യലൈസേഷൻ 2025 ജൂൺ 9-10. MSc കൗൺസിലിംഗ് സൈക്കോളജി 2025 ജൂൺ 13-14. MSc സുവോളജി ഡെവലപ്മെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് 2025 ജൂൺ 23-27 തീയതികൾ 23 മുതൽ 27 നടത്തും. ഇതിപ്പോൾ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള പീലിത്തറയിലെ ലാസ്യ കോളേജ് ഓഫ് ഫൈനൽ ആർട്സിൽ MA ഭരതനാട്യം, BA ഭരതനാട്യം, BA കർണാട്ടിക് മ്യൂസിക് പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സർവകലാശാല അഡ്മിഷൻ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിച്ച ശേഷം അപേക്ഷയുടെ പകർപ്പ് പ്രസ്തുത കോളേജിൽ സമർപ്പിക്കേണ്ടതാണ്. ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്ക് ഓൺലൈൻ ആയി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 10. ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 17 ആണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും ഇനി നമുക്കൊരു അടുത്തൊരു നോട്ടിഫിക്കേഷനും കൂടിയുണ്ട്, നമുക്കത് നോക്കാം. ഒരു മിനിറ്റ്. ITEC പാലയാട് ക്യാമ്പസിലെ 5 വർഷ ഇൻസ്റ്റിറ്റ്യൂട്ട് MSc പ്രോഗ്രാമിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാലയാട് ക്യാമ്പസിലെ IT എഡ്യൂക്കേഷൻ സെൻറ്ററിലെ 5 വർഷ ഇൻ്റഗ്രേറ്റ്സ് മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇൻഫർമാറ്റിക്സ്, പ്രാക്ടിക്സ് എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച് 50% കുറയാതെ മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള മാർക്ക് ഇളവ് ബാധകമാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷകർ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായ www.admission.kannuruniversity.ac.in മുഖാന്തരം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രവേശനം ലഭിക്കുന്നവർ ആവശ്യമെങ്കിൽ 3 വർഷം പൂർത്തിയാക്കുമ്പോഴോ 4 വർഷം പൂർത്തിയാക്കുമ്പോഴോ വിടുതൽ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് അവർ നേടിയ ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ BCA ലഭിക്കുന്നതാണ്. BCA ഹോണേഴ്സ് ഡിഗ്രി എങ്ങനെയാണ് ബിരുദങ്ങൾ. പ്രസ്തുത പ്രോഗ്രാമിൻ്റെ പ്രവേശനത്തിന് മറ്റ് വ്യവസ്ഥകൾ 2025-26 അധ്യയന വർഷത്തിലെ പഠന വകുപ്പുകളിലെ വിവിധ ഇൻ്റഗ്രേറ്റ്സ് പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനായി ഇറക്കിയിട്ടുള്ള പ്രോസ്പെക്ടസിൽ അടിസ്ഥാനമാക്കിയും പ്രോഗ്രാമിൻ്റെ റെഗുലേഷൻ പ്രകാരമായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ SC, ST, PWBD വിഭാഗങ്ങൾക്ക് 300 രൂപയും ജനറൽ മറ്റ് വിഭാഗങ്ങൾക്ക് 600 രൂപയുമാണ്. SBI ഇ-പേ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. DD, ചെക്ക്, ചലാൻ തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ പ്രിൻ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് പ്രിൻ്റ് സൂക്ഷിക്കേണ്ടതും അഡ്മിഷൻ സമയത്ത് അതായത് പഠന വകുപ്പുകളിൽ സമർപ്പിക്കേണ്ടതാണ്. വെയിറ്റേജ് സംഭരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അഡ്മിഷൻ സമയത്ത് പ്രസ്തുത രേഖകൾ ഹാജരാക്കിയില്ലെങ്കിലും മേൽ പറഞ്ഞ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ
പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ www.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 10 ജൂൺ 17 അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് ഓർത്തിരിക്കുക. സംശയങ്ങൾക്ക് ഫോൺ, ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെടാം. ഹെൽപ്പ് ലൈൻ നമ്പർ 0497 അത് ഞാൻ വായിക്കാം, ഒരു മിനിറ്റ്, സോറി മാറിപ്പോയതാണ്. 7356948230 7356948230. ഇമെയിൽ ഐ ഡി deptdoa@kannuruniversity.ac.in deptdoa@kannuruniversity.ac.in നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇമെയിലായിട്ട് ബന്ധപ്പെടാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.